ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളേ ഫാമിലി ആയിട്ടൊന്ന് വെറുതെ ഈ പുഴയുടെ അവിടേക്ക് ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കുക, തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശമാണ്. വൈകിട്ട് ഒരു 4-4:30 മണി സമയമാണ്. അപ്പോൾ വണ്ടിയുടെ ഡിക്കിലായിട്ട് ഞാൻ വലയും വീശുവലയും കൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ സീറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ വീശുവല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കൈ പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്തോരം മീൻ കിട്ടുന്നൊക്കെ നോക്കാട്ടോ. ചെറിയ രീതിയിൽ ഒരു 4-5 വീശിൽ വീശിയിട്ട് കുറച്ച് മീൻ വൈകിട്ടപ്പോൾ ഒരു ചാറിനുള്ള മീൻ എത്തിക്കുക എന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം മീൻ കിട്ടുന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇത്തരത്തിൽ പുഴയുടെ വക്കിലൊക്കെ കുട്ടികളായിട്ട് വരുമ്പോൾ വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനും ശ്രദ്ധിച്ചിട്ട് തന്നെ അങ്ങനെ ഫസ്റ്റത്തെ വല നമ്മൾ കയറുകയാണ്. എന്തായാലും നമുക്ക് കിട്ടുന്നത് വലിച്ച് കയറ്റുമ്പോൾ അറിയാം. പ്രതീക്ഷയോടെ നമ്മൾ വല എടുക്കാനുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ ഇറങ്ങി നിന്നിട്ട് വേണം എടുക്കാം കേട്ടോ. കാരണം അവിടെ കുറച്ച് കല്ലട്ടിയും കാര്യങ്ങളൊക്കെ ഈ സ്ലാബിൻ്റെ താഴെയുള്ള കാരണം കുറച്ച് ഇറങ്ങി നിൽക്കണം അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇറങ്ങി നിൽക്കുന്നത് ഡയറക്റ്റ് നിലത്തല്ല ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇവിടെ കുറച്ച് തെങ്ങിൻ്റെ കുറ്റികളൊക്കെ നാട്ടി വെച്ചിട്ടുണ്ട്, കുട്ടനെ നാട്ടി വെച്ചിട്ടുണ്ട്. അതിലാണ് ചവിട്ടി നിന്നിട്ടാണ് വല എടുക്കുന്നത്. അല്ല ഇതിവിടെ ശരിക്കും ഒരു കയറ്റിലൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് നശിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫസ്റ്റൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പൊടിമീനുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. ഈ വല വലിച്ചിട്ട് മേക്കറിലേക്ക് വന്ന് റോട്ടിൽ വന്നിട്ട് വേണം നമുക്ക് തുടങ്ങിയെടുക്കാൻ. നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു മഴ പെയ്തിട്ട് ഒരു മഴയല്ല, ഒരു ദിവസം നല്ല മഴ നിർത്താണ്ട് പെയ്തതാണ്. അപ്പോൾ നല്ല ഉപ്പുണ്ട്, വെള്ളം കലങ്ങി ഒഴുകുന്ന സമയമായ കാരണം തന്നെ മീനുകൾ ഓടി ചാടി നടക്കുന്ന സമയമാണ്. അപ്പോൾ മീൻ കിട്ടാൻ വളരെയധികം ചാൻസ് ഉള്ള സമയമാണ്. നമുക്ക് തുടർന്ന് കാണാം. അല്ലേ നല്ല വല വിരിയല്ലേ ആ മീന് ഓരോ വലയും വീശിയിട്ടിട്ട് നമ്മൾ പ്രതീക്ഷയോടെയാണ് ഇറങ്ങി എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മീൻ കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേകത, നമ്മളായിട്ട് പിടിക്കാൻ മീൻ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കറി വയ്ക്കുക. നമ്മൾ മീൻ പിടിക്കുക തന്നെ ഒരു ഹരമാണ് കേട്ടോ. ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഒന്ന് ചെയ്യുക, അത് ഹാപ്പിനെസ് ആണല്ലോ ഒരു. അപ്പോൾ മീൻ പിടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു എൻ്റർടൈൻ പരിപാടിയാണ്. അപ്പോൾ ഇതിലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം പൊടി മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അറഞ്ചല്, തൂളി അങ്ങനെയുള്ള ഇത്തരം മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല നല്ല മീനുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പോവാം. മുന്നായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ. ഇതിനുള്ള 2-3 വല കൂടി അറിയാൻ പ്ലാനുണ്ട്. മീൻ കിട്ടുന്നത് നന്നായിട്ട് നമുക്ക് കാണാം. ഇതാണ് കോലാൻ. തൂളി ഇതെടുത്തിട്ട് ഇനി മീനുണ്ട്, വലയിൽ മീനുണ്ട്, അതൊക്കെ എടുക്കണം, പുറത്തേക്ക് എടുക്കണം. മീൻ കളക്കില്ലേ അവിടേക്ക് കറക്റ്റായില്ലേ? പുറത്തേക്ക് നോക്കിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ അടുത്ത വലയും പ്രതീക്ഷയോടെ എടുക്കുകയാണ്. ഈ വലയിലും കൈക്ക് നല്ല മുട്ടൽ വരുന്നുണ്ട്, കയ്യിൽ മീൻ ഉള്ള ഒരു ഫീല് വരുന്നുണ്ട്, വലയുടെ ഉള്ളിൽ മീൻ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒന്നുകൂടി അടി താഴ്ത്തിയിട്ട് അടുപ്പിച്ച് തന്നെ വല ചേർത്ത് പിടിച്ചിട്ടാണ് പൊക്കി എടുക്കുന്നത്.
ഒട്ടും പ്രതീക്ഷ നാശിക്കാതെ നമുക്ക് വലിയ മീനുകൾ കിട്ടിയിരിക്കുകയാണ്. തിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. കുടുംബ സിദ്ധു ചാടി ഭയങ്കര ആവേശത്തിലാണ്. അത്യാവശ്യം വലിയ തിലോപ്പി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കേറാനും പറ്റില്ലല്ലോ സന്തോഷം കൊണ്ട് കേട്ടാ. അടിപൊളി അടിപൊളി കണ്ടാ മീന് കണ്ടാ ചാടിക്ക് പോകാൻ നോക്കിട്ട് നോക്കിട്ടാ. നിർത്തട്ടെ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫിലോപ്പിയാണത്. ഫിലോപ്പി അടിപൊളി ഫിലോപ്പി. എങ്ങനെയുണ്ട്? സൂപ്പറായാ? പിടിച്ച പിടിച്ചത് തുറന്നു അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. അപ്പോൾ 3 പാത്രത്തിലാക്കിയുള്ളത് വീട്ടിലേക്ക് കുറച്ച് മീൻ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ കുറച്ച് മീൻ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങൾക്ക് കറി വയ്ക്കാൻ കുറച്ച് മീൻ എടുത്തത്. ഇതിൽ കോലാനൊക്കെ ഉണ്ട് കേട്ടോ. കോലാൻ, പരല്, വയമ്പ്, പിന്നെ ഇതെന്തൊട്ടാണ് അങ്ങനത്തെ ഒരു മീൻ. പിന്നെ കിട്ടിയത് ഫിലോപ്പിയാണ്. ഫിലോപ്പി നല്ല വലിപ്പമുള്ള മീനുകളെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഏറ്റവും വലുത് എന്നുവെച്ചാൽ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെ. നല്ല വലിപ്പമുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ റേഞ്ച് വരുന്ന ഒരു മീനുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ 3 ഫിലോപ്പി കിട്ടിയിട്ടുണ്ട്. 3 ഫിലോപ്പി. പിന്നെ ഇതിൽ വാലാത്ത ഉണ്ട്. ഇത് വാലാത്ത എന്ന് പറയുന്ന മീനാണ്. തൂളി, പൂളാൻ, ഇത്തരത്തിൽ മീനുണ്ട്. അപ്പോൾ ഇത്രയും മീൻ യാദൃശികമായിട്ടൊന്ന് വീശാൻ പോയപ്പോൾ കിട്ടിയതാണ്. വീശാൻ എന്നുള്ള രീതിയിൽ പോയതല്ല, ചുമ്മാ പോകുമ്പോൾ ഒന്ന് വല കൈ പിടിച്ചാണ്. അപ്പോൾ മഴ പെയ്ത സ്ഥിതിക്കൊന്ന് വല കൈ പിടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ കിട്ടിയതാണ്. അല്ലാണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് ചെയ്ത പരിപാടിയല്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ മീൻ ഇതാണ്. നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിരിക്കുന്നു.